ഹലോ, രേണു സുധി. ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. കിച്ചു, അതായത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ, അവൻ സുധിലയത്തിലോട്ട് പോയപ്പോഴുള്ള ഒരു കുഞ്ഞു കാഴ്ച. ആ മനുഷ്യൻ്റെ എത്രയോ വർഷത്തെ കഷ്ടപ്പാടും പ്രയത്നവും അതിന് കിട്ടിയ ട്രോഫീസും ഒക്കെ കട്ടിലിൻ്റെ അടിയിലോട്ട് മാറ്റപ്പെട്ടിട്ടിരിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹം മരിച്ച സമയത്ത് ഏതോ ഒരു ഇൻ്റർവ്യൂ വീഡിയോയിൽ ഈ വീട് സുധിച്ചേട്ടൻ്റെ ആണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. രേണു ചേച്ചി എന്നിട്ടാണ് ആ മനുഷ്യന് കിട്ടിയ കാര്യങ്ങളൊക്കെ കട്ടിലിൻ്റെ അടിയിലും മറ്റുമായിട്ടും മാറ്റിയിട്ടിരിക്കുന്നത്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ആ മനുഷ്യൻ്റെ പേര് വലിച്ചഴിച്ച് അവസാനം കുറച്ച് ഫേമസ് ആയപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഫെയിം കിട്ടിയപ്പോൾ അവരുടെ തനി സ്വഭാവമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തനിക്ക് കിട്ടിയ മെഡൽസും മറ്റുമൊക്കെ എല്ലാവരും കാണുന്ന രീതിയിൽ ടേബിളിൻ്റെ മുകളിൽ, അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് വച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ്റെ എല്ലാം കൂടെ എടുത്ത് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കാൻ എങ്ങനെ പറ്റുന്നോ എന്തോ. ഇത്രയും നാളും അങ്ങേരുടെ പേരിലാണ് ഈ രേണുസുധി എന്ന വ്യക്തി മാർക്കറ്റിംഗ് ചെയ്ത് ഇപ്പം ഈ ഇരിക്കുന്ന നിലയിലെങ്കിലും വന്ന് നിൽക്കുന്നതെന്നൊന്ന് ആലോചിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. ആദ്യത്തെ കുറച്ച് നാൾ എല്ലാ ഇൻ്റർവ്യൂസിലും ആ മെഡൽസ് കാണിച്ചുകൊണ്ടിരുന്നത്, അതും ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു എന്ന് സംശയിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് എതിരെ സംസാരിക്കുന്ന ഓരോരുത്തർക്കും പേര് അവർ കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും എല്ലാം നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്കത് കാണാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. ഇവിടെ രേണുസുധിക്ക് സുധിച്ചേട്ടനോടുണ്ടായിരുന്ന സ്നേഹവും റെസ്പെക്റ്റൊക്കെ അവരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചുവിനും അനിയനും വേണ്ടിയിട്ടാണ് ആ വീട് കൊടുത്തത്. എന്നിട്ടോ ആ വീട്ടിലൊരു അതിഥി പോലെ വന്നു പോവേണ്ട ഒരവസ്ഥയാണ് കിച്ചുവിന്. ആ വീട്ടിലിപ്പോൾ താമസിക്കുന്നത് മൊത്തം രേണുവിൻ്റെ വീട്ടുകാരും. ഇനിയെങ്കിലും ഈ സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അതൊന്ന് നിർത്ത്. ആ മനുഷ്യനെ വീണ്ടും 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 വലിച്ചഴച്ച് ആ മനുഷ്യനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കൂടെ വെറുപ്പുണ്ടാക്കിക്കരുത്. നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണം അതാണ് ഉണ്ടാവുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ബൈ.